ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തിയറംസ് ചെയ്തിരുന്നു. ഫി ഓഫ് എന്നിൻ്റെയും മ്യൂ ഓഫ് എന്നിൻ്റെയും അല്ലെങ്കിൽ ഫി ഓഫ് എന്നിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന തിയറംസൊക്കെ പ്രൂവ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ആസ് എ തിയറം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ has the following properties. Phi of p raised to alpha is equal to p raised to alpha minus p raised to alpha minus 1 for prime p and alpha greater than or equal to 1. Phi of mn is equal to phi of m into phi of n into d by phi of d, where d is the GCD of m and n. And phi of mn is equal to phi of m into phi of n if GCD of m and n is 1. A divides B implies phi of A divides phi of B. And phi of n is even for n greater than or equal to 3. Moreover, if n has r distinct odd prime factors, then 2 raised to r divides phi of n. That is for n greater than or equal to 3. If n has r odd prime factors, then 2 raised to r divides phi of n. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. ഫി ഓഫ് എന്നിൻ്റെ ഫോർമുല ഇതാണ്. ഫി ഓഫ് എൻ ഇസ് ഇക്വൽ ടു എൻ ഇൻറ്റു പ്രൊഡക്റ്റ് പി ഡിവൈഡ്സ് എൻ 1 - 1/p എന്ന് വെച്ചാൽ യു കളക്ട് ഓൾ ദ പ്രൈം നമ്പേഴ്സ് പി ഡിവൈഡിങ് എൻ ആൻഡ് യു കമ്പ്യൂട്ട് ദ ഫാക്ടർ 1 - 1/p. എൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റിൻ്റെ മീനിങ് എന്താണ്? യു കളക്ട് ഓൾ പ്രൈം നമ്പേഴ്സ് പി ഡിവൈഡിങ് എൻ ആൻഡ് ഫോർ ഈച്ച് സച്ച് പ്രൈം കമ്പ്യൂട്ട് 1 - 1/p. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഈ പ്രൊഡക്റ്റ്, ഈ നൊട്ടേഷൻ്റെ മീനിങ് അതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തിരുന്നു. ഫി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് എൻ 1 - 1/p. ടു പ്രൂവ് പുട്ട് എൻ ഇസ് ഈക്വൽ ടു പി റേസ് ടു ആൽഫ ഹിയർ. ഈ ഫോർമുലയിൽ എൻ ഇസ് ഈക്വൽ ടു പി റേസ് ടു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ഓൾ ദോസ് പ്രൈം ഫാക്ടേഴ്സ് പി which divides n, okay? But in the case of p raised to alpha, only prime dividing p raised to alpha is p. So what is phi of p raised to alpha, which is equal to p raised to alpha into 1 - 1/p. Because ഈ പ്രൊഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പം you have to collect all the prime p dividing n, but here for p raised to alpha only prime dividing p raised to alpha is p only. അതെന്താണ്? p raised to alpha into 1 - 1/p m. എൻ്റെ കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ പി റേസ് ടു ആൽഫ ഇൻറ്റു പി - 1/p ഇസ് ഈക്വൽ ടു പി റേസ് ടു ആൽഫ - 1 ഇൻറ്റു പി - 1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം പി റേസ് ടു ആൽഫ മൈനസ് പി റേസ് ടു ആൽഫ -1. അപ്പോൾ എ പ്രൂവ്. ഇനി നമുക്ക് ബി എന്താണ്? ഫി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു ഫി ഓഫ് എം ഇൻറ്റു ഫി ഓഫ് എൻ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ഫി ഓഫ് ഡി. ഡി എന്ന് പറഞ്ഞാൽ GCD ഓഫ് എം ആൻഡ് എൻ ആണ്. ടു പ്രൂവ് ബി, അഗെയിൻ ബി നോ ഫി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പ്രൊഡക്റ്റ് ബൈ പി ഡിവൈഡ്സ് എൻ 1 - 1/p. അപ്പോൾ നമുക്ക് എൻ ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പം ഈ ഇക്വേഷൻ സ്റ്റാർ കിട്ടും. നൗ എനി പ്രൈം നമ്പർ പി ഡിവൈഡിങ് എം എൻ. ഓക്കെ, യു ടേക്ക് എനി പ്രൈം നമ്പർ പി ഡിവൈഡിങ് എം എൻ. ഒന്നെങ്കിൽ അത് എമ്മിന് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്നിന് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എം എൻ പ്രൊഡക്റ്റിന് ഡിവൈഡ് ചെയ്യുന്ന ഏത് പ്രൈം നമ്പർ പി എടുത്താലും അത് പ്രൈം നമ്പറിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഒന്നുകിൽ അത് എമ്മിന് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്നിന് ഡിവൈഡ് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എമ്മിനെ എന്നിനെ എന്തെങ്കിലും ഡിവൈഡ് ചെയ്തിരിക്കും, ചിലപ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്യും. ഏത് പ്രൈം നമ്പർ പി ഡിവൈഡിങ് എം എൻ എടുത്താൽ ഒന്നുകിൽ അത് എമ്മിനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്നിനെ ഡിവൈഡ് ചെയ്യും, ചിലപ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്യും, എമ്മിനെയും എന്നിനെയും ഡിവൈഡ് ചെയ്യും. സോ ഇഫ് ഇറ്റ് ഡിവൈഡ്സ് ബോത്ത് എം ആൻഡ് എൻ, then it divides GCD of mn, then it will divide GCD of mn also. കാരണം എന്താണ്? we know common divisors of two numbers divides their GCD also. അതായത് ഇപ്പം k ഡിവൈഡ്സ് എ ആണ്, k ഡിവൈഡ്സ് ബി ആണെങ്കിൽ then k ഡിവൈഡ് GCD of AB ആയിരിക്കും. ഓക്കെ, കോമൺ ഡിവൈസസ് ഓൾവേസ് ഡിവൈഡ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. കോമൺ ഡിവൈസേഴ്സ് ഓൾവേസ് ഡിവൈഡ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ്. ഓക്കെ, നൗ പുട്ട് n is equal to m into n in സ്റ്റാർ. ഈ സ്റ്റാർ എന്നുള്ള ഇക്വേഷന് എന്നിന് പകരം എം എൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഫൈ ഓഫ് എം എൻ ബൈ എം എൻ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് എം എൻ 1 - 1/p. അപ്പോൾ ഞാൻ പറഞ്ഞു എം എന്നെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈമുകൾ ഒന്നുകിൽ എമ്മിന് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്നിന് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ
ഈ പ്രൈം പികളെല്ലാം ഒന്നുകിൽ എമ്മിനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എമ്മിനെയും ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്നിനെ ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന കേസുകൾ വരാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് എമ്മിന് ഡിവൈഡ് ചെയ്യുന്ന എല്ലാ പ്രൈംസ് പി എടുത്തു, എന്നിട്ട് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് എടുക്കുന്നു, ഇൻറ്റു അതുപോലെ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ പ്രൈംസും എടുക്കുന്നു, എന്നിട്ട് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് എടുക്കുന്നു, ഡിവൈഡ് ബൈ ഈ ഫാക്ടർ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓൾറെഡി പി ഡിവൈഡ്സ് എം, ചില പ്രൈമുകൾ എമ്മിനെ ഡിവൈഡ് ചെയ്യും, എന്നിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ. ചില പ്രൈമുകൾ രണ്ട് എമ്മിനെയും എന്നിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ എഴുതുമ്പം ആ പികൾ ചിലപ്പോൾ രണ്ട് വട്ടം എഴുതിപ്പോവും അല്ലേ. നമുക്ക് ചില പ്രൈമുകൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പ്രൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എമ്മിനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്നിനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എം ആൻഡ് എന്നിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ. എം ആൻഡ് എന്നിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പി ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എം എൻ ആണെന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ന്യൂമറിക്കലി പ്രൊഡക്റ്റ് എഴുതി പോകുമ്പം ഈ കേസിൽ വരുന്ന പ്രൈമുകൾ രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നത്, അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഈ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം എമ്മിനെ എന്നിനെ ഡിവൈഡ് ചെയ്താൽ മീനിങ് എന്താ, പി ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എം എൻ ആണ്. അതുകൊണ്ട് ആ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻ കളയാനായിട്ടാണ് നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ ഫാക്ടർ ഉൾപ്പെടുത്തുന്നത്. ഓർക്കുക, ഇവിടെ നമ്മൾ ഇവിടുത്തെ പ്രൈംസ് എന്ന് പറഞ്ഞാൽ 3 കേസാണ്. ഒന്നെങ്കിൽ എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നു, എന്നിനെ ഡിവൈഡ് ചെയ്യില്ല, എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു, എമ്മിനെ ഡിവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നു. രണ്ടിനെയും ഡിവൈഡ് ചെയ്താൽ പി ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ഓൾസോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രൊഡക്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുന്നു. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ നമ്മൾ പി ഡിവൈഡ്സ് എം ആൻഡ് എൻ ആണെങ്കിൽ ആ പ്രൈം പി ഡിവൈഡ്സ് എം ആൻഡ് എൻ ആണെങ്കിൽ ആ പ്രൈം ആ പി ഓൾറെഡി നമ്മൾ ഇവിടെയും എഴുതിയിട്ടുണ്ടാവും. അതുപോലെ ആ പി നമ്മൾ ഇവിടെയും എഴുതിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് P1 ഡിവൈഡ്സ് എം ആൻഡ് P1 ഡിവൈഡ്സ് എൻ ആണെങ്കിൽ നമ്മൾ P1 1-1/P1 ഇവിടെയും വരും, 1-1/P1 ഇവിടെയും വരും. ആൻഡ് ഓൾസോ വി നോ P1 ഡിവൈഡ്സ് എം ഇൻറ്റു എൻ. പക്ഷേ 1-1/P1 രണ്ട് വട്ടം എഴുതിയില്ലേ, പക്ഷേ നമുക്ക് ഒരു വട്ടം മതി. 1-1/P1 ഒരു വട്ടം എഴുതിയാൽ മതി. അത് കളയാനായിട്ടാണ്. ഇനി P1 ഡിവൈഡ്സ് ബോത്ത് എം ആൻഡ് എൻ ആയതുകൊണ്ട് നമുക്കറിയാം P1 ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ. അപ്പോൾ അതുകൊണ്ട് 1-1/P1 എന്നുള്ള ഫാക്ടർ ഇവിടെ വരും. അപ്പോൾ ഈ 1-1/P1 ഒരു വട്ടം എഴുതാൻ പാടുള്ളൂ, പക്ഷേ ഇവിടെ രണ്ട് വട്ടം റിപ്പീറ്റ് ആയി. അപ്പോൾ എക്സ്ട്രാ ടൈം വന്നത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഈ ടേം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരു ടേം റിപ്പീറ്റ് ചെയ്ത ടേം ക്യാൻസൽ ആയി പോകും. ആ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇത്രയും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. ഇനി അഗെയിൻ ബൈ സ്റ്റാർ നോക്കുക. സ്റ്റാർ എന്താ, ഫി ഓഫ് എൻ ബൈ എൻ ഇസ് പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് എൻ 1-1/P. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് എം ആണ്, ഇവിടെ പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് എൻ ഉണ്ട്, ഇവിടെ പ്രൊഡക്റ്റ് പി ഡിവൈഡിങ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ആണ്. അപ്പോൾ അഗെയിൻ ബൈ ഇക്വേഷൻ സ്റ്റാർ വി ഹാവ് ഫി ഓഫ് എം ഇൻ ബൈ എം ഇൻറ്റു ഫി ഓഫ് എൻ ബൈ എൻ ഡിവൈഡ് ബൈ ഫി ഓഫ് ഡി ബൈ ഡി, വെർ ഡി ഈസ് നത്തിങ് ബട്ട് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് ഫി ഓഫ് എം എൻ ബൈ എം എൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഫി ഓഫ് എം ബൈ എം ഇൻറ്റു ഫി ഓഫ് എൻ ബൈ എൻ ഡിവൈഡ് ബൈ ഫി ഓഫ് ഡി ബൈ ഡി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫി ഓഫ് ഡി ബൈ ഡി അപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഫി ഓഫ് ഡി ബൈ ഡി ഇൻറ്റു ഫി ഓഫ് എം എൻ ബൈ എം എൻ ഇസ് ഈക്വൽ ടു ഫി ഓഫ് എം ബൈ എം ഇൻറ്റു ഫി ഓഫ് എൻ ബൈ എൻ. ഈ എമ്മും എന്നും രണ്ട് സൈഡിൽ ഡിനോമിനേറ്ററിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിനോമിനേറ്ററിൽ എം എൻ പ്രൊഡക്റ്റ് ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് ഫി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു ഫി ഓഫ് എം ഇൻറ്റു ഫി ഓഫ് എൻ. ഫി ഓഫ് ഡി ബൈ ഡീനെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡി ബൈ ഫി ഓഫ് ഡി എന്ന് വരും. അപ്പോൾ നമ്മൾ ബി പ്രൂവ് ചെയ്തു. ബി എന്തായിരുന്നു, ഫി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു ഫി ഓഫ് എം ഇൻറ്റു ഫി ഓഫ് എൻ ഡി ഇൻറ്റു ഡി ബൈ ഫി ഓഫ് ഡി എന്നായിരുന്നു. വേർ ഡി ഈസ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ. ഡി ഈസ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ. ഇനി നമ്മൾ ടു പ്രൂവ് സി എന്തായിരുന്നു, ഫി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു ഫി ഓഫ് എം ഇൻറ്റു ഫി ഓഫ് എൻ ഇഫ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ഈസ് 1. അപ്പോൾ ടു പ്രൂവ് സി ഇഫ് എം ആൻഡ് എൻ ഈസ് 1 ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ഡി ഈസ് 1. സോ എന്ത് ചെയ്യണം, നമ്മൾ ഡി ഇവിടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ഫി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു
ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം ഫി ഓഫ് 1 എന്താണെന്നറിയാം, 1 ആണെന്നറിയാം. അപ്പോൾ ഡിയും 1 ഫി ഓഫ് ഡിയും 1. ഫി ഓഫ് ഇക്വേഷൻ 1 ഫി ഓഫ് ഡിയും 1. സോ ഇഫ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ഈസ് 1, യു സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈസ് ഇക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1, യു ഗെറ്റ് ഫി ഓഫ് എം എൻ ഈസ് ഇക്വൽ ടു ഫി ഓഫ് എം ഇൻറ്റു ഫി ഓഫ് എൻ. അപ്പോൾ നമ്മൾ സി പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് ഡി പ്രൂവ് ചെയ്യാനുള്ളത്. ഡി എന്താണെന്ന് നോക്കാം. ഡി എന്താണ്? ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി. ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി ആണ്. ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി. ഓക്കെ, അഗൈൻ നമ്മൾ ബി യൂസ് ചെയ്യും. ടു പ്രൂവ് ഡി വി യൂസ് ബി. നമ്മൾ ബി യൂസ് ചെയ്തിട്ടാണ് ഡി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ടു പ്രൂവ് ഡി വി യൂസ് ബി. ഓക്കെ, ലെറ്റ് എ ഡിവൈഡ്സ് ബി. എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞ മീനിങ് എന്താ? ബി ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് എ. അപ്പോൾ നമ്മൾ ബീനെ എങ്ങനെ എഴുതും? ബി ഈസ് ഇക്വൽ ടു എ ഇൻറ്റു സി. ഇനി ഒരു കേസാണ്, ഇഫ് ബി ഈസ് ഇക്വൽ ടു സി, ബിയും സിയും സെയിം ആയാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? എ ഷുഡ് ബി ഇക്വൽ ടു 1. ഓക്കെ, എ 1 ആണെങ്കിൽ ഫി ഓഫ് എ എന്തായിരിക്കും? ഫി ഓഫ് എയും 1 ആയിരിക്കും. സോ ട്രിവിയലി 1 ഡിവൈഡ്സ് എനി നമ്പർ, 1 വിൽ ഡിവൈഡ് എവറി നമ്പർ. സോ ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി. ഓക്കെ, സോ വി അസ്യൂം ബി ഈസ് ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ബി ഈക്വൽ ടു എ സി എന്ന് എഴുതുമ്പം ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സിയുമാണ്. അപ്പോൾ ബി നോട്ട് ഈക്വൽ ടു സി ആണെങ്കിൽ നെക്സ്റ്റ് പോസിബിലിറ്റി എന്താണ്? ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി. ബൈ ബി ഈക്വൽ ടു എ സി എന്ന് എഴുതുമ്പോൾ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സി ആൾസോ. സോ ഇഫ് ബി ഈസ് നോട്ട് ഈക്വൽ ടു സി ദെൻ ബി ഷുഡ് ബി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഡിവൈഡ് ബി ആണെങ്കിൽ ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി എന്നാണ്. സോ ഫി ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫി ഓഫ് എ സി അഗെയിൻ ബൈ ബി. ബിയിൽ നമ്മൾ ബിയിലെ ഫോർമുല പ്രകാരം ഇതാണ് ഇക്വേഷൻ 1 ആണ്. ഇതാണ് ഫി ഓഫ് എം എൻ ഇസ് ഇക്വൽ ടു ഫി ഓഫ് എം ഇൻറ്റു ഫി ഓഫ് എൻ ഇൻ ഡി ബൈ ഫി ഓഫ് ഡി, വേർ ഡി ഈസ് ജി സി ഡി ഓഫ് എം എൻ. അപ്പോൾ അതോടെ ഇത് എഴുതുമ്പോൾ ഫി ഓഫ് എ ഇൻറ്റു ഫി ഓഫ് സി ഇൻറ്റു ഡി ബൈ ഫി ഓഫ് ഡി, വേർ ഡി ഈസ് ജി സി ഡി ഓഫ് എ സി. അഗെയിൻ ദിസ് ഇസ് ബിക്കോസ് ബൈ ബി തിയറത്തിൽ പ്രോപ്പർട്ടി ബി വെച്ചിട്ടാണ് കിട്ടുന്നത്. ദെയർഫോർ ഫി ഓഫ് ബി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഫി ഓഫ് എ ഇൻറ്റു ഫി ഓഫ് സി ബൈ ഫി ഓഫ് ഡി. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഈ പോർഷനെ ഈ പാർട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഫി ഓഫ് ബി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഫി ഓഫ് എ ഇൻറ്റു ഫി ഓഫ് സി ബൈ ഫി ഓഫ് ഡി. അതിന് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. നൗ വി യൂസ് ഇൻഡക്ഷൻ ടു പ്രൂവ് ദാറ്റ് ഫി ഓഫ് ബി ഡിവൈഡ്സ് ഫി ഓഫ് എ. ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി. അത് നമ്മൾ ഇൻഡക്ഷൻ പ്രകാരമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, വി ഹാവ് എ ഡിവൈഡ്സ് ബി, വി വാണ്ട് ടു പ്രൂവ് ഫി ഓഫ് എ ഡിവൈഡ്സ് ഫി ഓഫ് ബി ആൻഡ് വി യൂസ് ഇൻഡക്ഷൻ ഹിയർ. വി നോ ഇനി ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്യാൻ പോവുകയാണ്. വി നോ ഫോർ ബി ഈസ് ഈക്വൽ ടു 1, എ ഡിവൈഡ്സ് ബി മീൻസ് എ ഈസ് ഈക്വൽ ടു 1. സോ അഗെയിൻ we have phi of a divides phi of b. Why? Because phi of a and phi of b both are equal to 1. So if b equal to 1 and if a divides b means a is equal to 1 and phi of a and phi of b both are 1. So again phi of a divides phi of b. Now assume that in induction hypothesis parayana, now assume that the result holds for every natural number c less than b. Now assume that the result holds for every natural number less than b. That is, for all c less than b, whenever d divides c, phi of d divides phi of c. Okay, നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ആണ്. Now assume the result hold for every natural number c less than b. That is, whenever a number d divides c, phi of d divides phi of c. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. So again from equation 2 we have, നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് b greater than c എന്ന് ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. So we have from equation to be c less than b and phi of b is equal to d into phi of a into phi of c by phi of d. Here d is equal to GCD of a and c. Also we have c less than b. So if you apply induction hypothesis, by applying induction hypothesis we know also നമുക്കറിയാം d is a GCD of ac ആയതുകൊണ്ട് d divides c ആണെന്ന് പറയാം. d എന്നുള്ള GCD of a and c, that is common greatest common divisor of both a and c, that is d divides c ആണെന്ന് അറിയാം. So
Therefore, by induction hypothesis, as D divides C, phi of D divides phi of C. നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് phi of D divides phi of C എന്ന് പറഞ്ഞാൽ phi of C by phi of D is a natural number. Phi of D by phi of C is a natural number. Therefore, phi of B is equal to phi of A into D into phi of C by phi of D. Phi of C by phi of D natural number and D natural number. So, the bracket will the term എന്തായിരിക്കും, that is also a natural number. So, phi of B is a multiple of phi of A അല്ലേ. Phi of B is equal to phi of A times a natural number. Phi of B is equal to phi of A times a natural number. So, what does it mean? Phi of B is a multiple of phi of A, or phi of A divides phi of B. Hence, proved by induction. ഇനി ലാസ്റ്റ് ടേമാണ്, ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഈ പ്രൂവ് ചെയ്യാനായിട്ട്. If n greater than or equal to 3, phi of n is even. Phi of n is even for n greater than or equal to 3. Moreover, if n has r distinct odd prime factors, then 2 raised to r divides phi of n. If for n greater than or equal to 3, if n has r distinct odd prime factors, then 2 raised to r divides phi of n. അതിൻ്റെ പ്രൂഫും കൂടെ ബാക്കിയുള്ളൂ. So we know only even prime is 2. പ്രൈം നമ്പേഴ്സിൽ ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 2 മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾ അതർ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ്. ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡാണ് നമുക്കറിയാം. സോ ഇഫ് n is equal to 2 raised to alpha and alpha greater than equal to, എന്നാൽ നമ്മൾ ആൽഫ ഗ്രേറ്റർ than equal to 2 എടുക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. n greater than equal to 3 നമ്മൾ അസംഷൻ ഉണ്ട്. ആൽഫ equal to 1 ആയി കഴിഞ്ഞാൽ 2 raised to alpha 2 ആം, ആൻഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ 3. അതുകൊണ്ടാണ് ആൽഫ ഗ്രേറ്റർ than equal to 2 ബിക്കോസ് n greater than equal to 3 നിർത്തുന്നത്. phi of 2 raised to alpha is 2 raised to alpha minus 2 raised to alpha minus 1. നമ്മുടെ പ്രോപ്പർട്ടി എ പ്രകാരം പി പ്രൈം ആണെങ്കിൽ phi of p raised to alpha is p raised to alpha minus p raised to alpha minus 1. So by property A, phi of 2 raised to alpha is equal to phi of 2 raised to alpha is equal to 2 raised to alpha minus 2 raised to alpha minus 1. ക്ലിയർലി ഇറ്റ് ഈസ് ഈവൺ നമ്പർ അല്ലേ, കാരണം 2 ഒരു ഫാക്ടറാണ്. phi of 2 raised to alpha 2 ഒരു ഫാക്ടറാണ്. 2 ഫാക്ടർ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു നമ്പർ എപ്പോഴും ഈവൺ എന്ന് പറയുന്നത് അതിൻ്റെ 2 ഫാക്ടറായിട്ട് വരുമ്പോഴാണ് ആ നമ്പർ ഈവൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിനൊരു ഈവൺ നമ്പർ ഫാക്ടറായിട്ട് ഉണ്ടെങ്കിലും ആ നമ്പർ എന്താവും, ഈവൺ നമ്പറാവും. ഒരു നാച്ചുറൽ നമ്പർ തന്നെ എപ്പോഴാണ് ഈവൺ നമ്പറാണെന്ന് പറയുന്നത്, ഒന്നെങ്കിൽ 2 അതിൻ്റെ ഫാക്ടറായിട്ട് വരാം, അല്ലെങ്കിൽ വേറൊരു ഈവൺ നമ്പർ അതിൻ്റെ ഫാക്ടറായിട്ട് വന്നാലും മതി. അപ്പോൾ നമ്മൾ എന്ത് പറയും, അതൊരു ഈവൺ നമ്പറാണെന്ന് പറയും. എങ്ങനെയെങ്കിലും 2 ഫാക്ടറാണെങ്കിൽ ആ നമ്പർ ഈവൺ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 raised to alpha minus 2 raised to alpha minus 1 2 കോമൺ ആണ്. ദാറ്റ് മീൻസ് 2 is a factor. Therefore, phi of 2 raised to alpha is a even number. Now, also നമുക്കറിയാം 2 raised to alpha has no odd prime factors. അപ്പോൾ നമുക്ക് 2 raised to r എന്ന് അവിടെ ഈ കേസിൽ r എന്താണ്, ഈയിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇഫ് ഇറ്റ് ഹാസ് r distinct odd prime factors 2 raised to r divides phi of n ആണ്. ഇവിടെ r എത്രയാണ്, 2 raised to alphയ്ക്ക് ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ഇല്ല, 6 0 ആണ്. 2 raised to 0 എന്താണ്, 1 ആണ്. സോ 1 ട്രിവിയലി ഡിവൈഡ്സ് phi of 2 raised to alpha. ഇനി ഇഫ് n ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഓഡ് പ്രൈം, ഇനി നമുക്ക് ഓഡ് പ്രൈം ഉള്ള നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ ഇനി phi of n ൻ്റെ ഫോർമുല എഴുതുന്നു. phi of n is equal to n ഇൻറ്റു പ്രൊഡക്റ്റ് p ഡിവൈഡിങ് n 1 മൈനസ് 1 ബൈ p എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു പ്രൊഡക്റ്റ് p ഡിവൈഡിങ് n 1 മൈനസ് 1 ബൈ p-നെ നമ്മൾ LCM എടുത്തിട്ട് എഴുതുമ്പോൾ എന്ത് വരും, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എഴുതില്ലേ, അതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എഴുതുമ്പോൾ എന്ത് വരും, p മൈനസ് 1 ബൈ p എന്ന് വരും. ഇനി ഇവിടെ നോക്കി, നമ്മൾ ആക്ച്വലി പ്രൊഡക്റ്റ് p ഡിവൈഡിങ് n p മൈനസ് 1 ബൈ p ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തത് അല്ലേ. കാരണം എന്താ, അപ്പോൾ നമുക്കറിയാം a ബൈ b ഇൻറ്റു c ബൈ d എന്ന് എന്താ, ആദ്യം ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ac ഡിവൈഡ് ബൈ ബി ഡി അല്ലേ. ആദ്യം ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുന്നത്, ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് p മൈനസ് 1 എല്ലാ പ്രൊഡക്റ്റും പ്രൈം പ്രൊഡക്റ്റ് ബൈ p ഡിവൈഡിങ് p മൈനസ് 1 ഡിവൈഡ് ഡിനോമിനേറ്ററിൽ എന്താണ്, p ആണുള്ളത്. എല്ലാ പ്രൈംസിൻ്റെയും പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് p ഡിവൈഡിങ് p. ഇനി നമുക്കറിയാം ഈ പീകൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള എല്ലാ പീകളും എന്താണ്, എന്നിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. ഡിനോമിനേറ്ററിലുള്ള എല്ലാ പീകളും എന്നിനെ ഡിവൈഡ് ചെയ്യും. സോ
ഈ പ്രൊഡക്റ്റും എന്തിനെ ഡിവൈഡ് ചെയ്യണം, എന്നിനെ ഡിവൈഡ് ചെയ്യണം. ബിക്കോസ് ഈച്ച് പ്രൈം p in this product in this denominator divides n. So this product also divide n. ആ പ്രൊഡക്റ്റ് n ഡിവൈഡ് ബൈ ആ ഫാക്ടറാണ് c of n എന്ന് എഴുതിയിട്ടുള്ളത്. ആൻഡ് c of n is a ഇൻറ്റിജർ. കാരണം ഡിവൈഡ് ചെയ്യുമല്ലോ, ദിസ് ഡിനോമിനേറ്റർ ഡിവൈഡ്സ് n. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് വേറൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ദാറ്റ് ഈസ് വൈ വി ഹാവ് റിട്ടൺ c of n into product p dividing n, p of p minus 1, c of n is an integer. If n has at least one odd prime factor, say p. ഇനി n-ന് ഏതെങ്കിലും ഒരു ഓഡ് പ്രൈം ഫാക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. p ഓടാണെങ്കിൽ p minus 1 എന്തായിരിക്കും, ഈവൺ ആയിരിക്കും. ദാറ്റ് ഈസ് p minus 1 is a factor of n അല്ല, phi of n ആണ്. p minus 1 is a factor of phi of n അല്ലേ. ഇക്വേഷൻ 3 നോക്ക്. phi of n എങ്ങനെ എഴുതുന്നത്, c of n ഇൻറ്റു ഈ പ്രോഡക്റ്റ് ഓഫ് ഓൾ p minus 1 വേർ p ഡിവൈഡ്സ് n. സോ p ഒരു പ്രൈം ഫാക്ടർ ഡിവൈഡിങ് n ആണ്. ആൻഡ് ഇഫ് p is odd then p minus 1 is even. n by equation 3 p minus 1 is a factor of phi of n. നമുക്കറിയാം p minus 1 even ആണ് when p is odd. So since phi of n has an even factor, p minus 1 phi of n is even. അതുമാത്രമല്ല p minus 1 ഈവൺ ആണെങ്കിൽ ഈവൺ നമ്പേഴ്സ് നമുക്ക് എപ്പോഴും എങ്ങനെ എഴുതാം, സം 2 times 2 into k എന്നുള്ള ഫോമിൽ എഴുതാം. p minus 1 ഈവൺ ആയതുകൊണ്ട് നമുക്ക് p minus 1 ഈവൺ ആയതുകൊണ്ട് നമുക്ക് p minus 1-നെ 2 into k എന്ന് എഴുതാം. സോ phi of n is even also. Since phi of n is equal to 2 into k, 2 is occurring as a factor of n minus 1 one time അല്ലേ. ഇവിടെ നമുക്ക് p minus 1-നെ എങ്ങനെ എഴുതാം, 2 into k എന്ന് എഴുതാം. അപ്പോൾ 2 എന്തിൻ്റെ കൂടെ ഫാക്ടറായി, phi of n-ൻ്റെ ഫാക്ടറായി. ആൻഡ് ഇറ്റ് ഇസ് occurring one time അല്ലേ. 2 p minus 1 ഈവൺ ആണെങ്കിൽ p minus 1-ന് പകരം എന്ത് എഴുതാം, 2 into k എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് p minus 1 എന്തിൻ്റെ ഫാക്ടറാണ്, phi of n-ൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 2 is also factor of phi of n and it is occurring one time. ഇനി so if n has factor of n minus 1 അല്ല, factor of phi of n ആണ്. So if n has r odd prime factors, then each such prime p is of the form p minus 1 is equal to, then for each such prime p minus 1 is of the form 2k അല്ലേ. ആറ് ഓഡ് പ്രൈം നമ്പർ എല്ലാ ഓഡ് പ്രൈംസ് p എടുത്താലും p minus 1 ഏത് ഫോമിലായിരിക്കും, 2k ഫോമിലായിരിക്കും. ദാറ്റ് ഈസ് ഈച്ച് ടൈം 2 ഈസ് ഒക്കറിങ് എസ് എ ഫാക്ടർ ഓഫ് phi of n. ഓരോ ഓഡ് പ്രൈം എടുക്കുമ്പോഴും നമുക്കറിയാം ഓരോ പ്രൈമിനും p minus 1 phi of n-ൻ്റെ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഓരോ ഓഡ് പ്രൈം എടുക്കുമ്പോഴും, അതായത് ഓരോ വട്ടം അത് p minus 1-കൾ എന്താവും, ഈവണും. അപ്പോൾ അത്രയും വട്ടം 2 ഫാക്ടറായിട്ട് ഒക്കർ ചെയ്യും. ഇപ്പോൾ 6 ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 2 6 ടൈംസ് ഒക്കർ ചെയ്യും. കാരണം 6 ഓഡ് പ്രൈംസ് ഉണ്ടെങ്കിൽ 6 ഈവൺ നമ്പേഴ്സ് phi of n-ൻ്റെ ഫാക്ടറായിട്ട് വരും. അല്ലെങ്കിൽ 6 ടൈംസ് p minus 1 പോലത്തെ ഫാക്ടർ 6 ടൈംസ് ഉണ്ട്, അത് ഈവൺ ഫാക്ടറാണ്. അതപ്പോൾ ഓരോ p minus 1-നും 2 ഒക്കർ ചെയ്യും. സോ 2 occurs r times. So that is 2 is occurring r times as a factor of phi of n. That is 2 raised to r is a factor of phi of n, or 2 raised to r divides phi of n. കാരണം എന്താ, p ഓഡ് പ്രൈം ആണെങ്കിൽ നമുക്കറിയാം p minus 1 is a factor of phi of n ആണ്. p minus 1 ഈവൺ ആവും. അപ്പോൾ എന്ത് പറ്റും, 2 will also occur as a factor of phi of n. But if n has r odd prime factors, നമുക്കറിയാം അത്രയും വട്ടം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് p minus 1 ഈവൺ ഫാക്ടേഴ്സ് എവിടെ ഉണ്ടാവും, phi of n-നുണ്ടാവും. ഇപ്പോൾ 6 ഓഡ് n-ന് 6 ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ phi of n-ന് 6 ഈവൺ ഫാക്ടേഴ്സ് ഉണ്ട്. അതേതാണ്, p minus 1 ആണ്. p ആണ് n-ൻ്റെ ഓഡ് ഫാക്ടർ ഉണ്ടെങ്കിൽ, ഓഡ് പ്രൈം ഫാക്ടർ എങ്കിൽ p minus 1 phi of n-ൻ്റെ ഈവൺ ഫാക്ടർ ആയിരിക്കും. n-ന് 6 ഓഡ് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ phi
ഫി ഓഫ് എന്നിന് P-1 എന്നുള്ള 6 ഈവൻ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ഈവൻ ഫാക്ടറിനും കറസ്പോണ്ടിങ് 2 ഒരു ഫാക്ടറായിട്ട് ഒക്കർ ചെയ്യും. അപ്പോൾ ഫി ഓഫ് എന്നിന് 6 ഈവൻ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഫി ഓഫ് എൻ ഓരോ വട്ടം 2 റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 2 എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യും? 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. സോ 2r is a factor of phi of n, that is 2r divides phi of n. Okay, that's all. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട് ഷെയർ ചെയ്യാം. ഇനി തിങ്കളാഴ്ച വരുമ്പം ഇതെല്ലാം വായിച്ചിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഇട്ടതും ഇനി ഇടാൻ പോകുന്നതൊക്കെ വായിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. ദയവ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. യു പ്ലീസ് ആസ്ക് എനി ഡൗട്ട്സ് ഇഫ് യു ഹാവ്. ഓക്കെ, ഏതെങ്കിലും ഒരു പോർഷൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.